നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊണ്ടാണ് അദ്ദേഹം അർജന്റീന ദേശീയ ടീമിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത്. പക്ഷേ അടുത്ത മത്സരത്തിന് മുന്നോടിയായി അദ്ദേഹത്തെ ആദരിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അർജന്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഡി മരിയയെന്നും അദ്ദേഹത്തിന് അർഹമായ ഒരു ആദരവ് നൽകുമെന്നും പരിശീലകനായ സ്കലോണി വ്യക്തമാക്കിയിരുന്നു. അർജന്റീൻ സൂപ്പർ താരമായ പരേഡസ് മുൻപ് ഡി മരിയയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഡി മരിയ ഭാവിയിൽ ഒരു പരിശീലകനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു പരേഡസ് പറഞ്ഞിരുന്നത്. ഇക്കാര്യം ഡി മരിയയും ഇപ്പോൾ ശരിവെച്ചിട്ടുണ്ട്. പരിശീലകനാവുന്നതിനെക്കുറിച്ച് തങ്ങൾ ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ആ ഒരു അസിസ്റ്റൻ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് പരേഡസിനെയാണെന്നുമാണ് ഇപ്പോൾ ഡി മരിയ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നിലവിൽ കോച്ചിങ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ പരിശീലകനാവാനുള്ള അവസരം എനിക്ക് ലഭിച്ചാലോ? എനിക്ക് ഇപ്പോൾ തന്നെ ഒരു അസിസ്റ്റൻ്റ് പരിശീലകനുണ്ട്. ഇതിനോടകം തന്നെ ലിയാൻഡ്രോ പരേഡസ് എന്നിൽ സമ്മർദ്ദം ചെലുത്തിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. പാരീസിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞാൻ പരിശീലകനാവുകയാണെങ്കിൽ അദ്ദേഹം അസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് എന്നോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ തമ്മിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും അത്രയേറെ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഉള്ളത്. ഇതാണ് പരേഡസിനെ കുറിച്ച് ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഭാവിയിൽ പരിശീലകനാവാൻ തന്നെയാണ് ഡി മരിയ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അർജന്റീനയിലെ റൊസാരിയോ സെൻട്രൽ എന്ന ക്ലബ്ബിലേക്ക് മടങ്ങി വരാൻ ഡി മരിയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ മാഫിയ സംഘങ്ങളുടെ ഭീഷണി കാരണം അത് താരം ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.